പത്തനംതിട്ട കോട്ടാങ്ങലിൽ യുവതിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ പ്രതി നസീറിന് ജീവപര്യന്തം തടവും ബലാത്സംഗത്തിന് 10 വർഷം ശിക്ഷയും വിധിച്ചിരിക്കുന്നു. വീട്ടിൽ അതിക്രമിച്ച് കയറിയതിന് 7 വർഷം ശിക്ഷ വിധിച്ചിരിക്കുന്നു. ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയാണ് ഈ വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. പത്തനംതിട്ടയിലെ കോട്ടാങ്ങൽ യുവതിയെ ബലാത്സംഗം ചെയ്ത കൊലപ്പെടുത്തിയ വാർത്ത വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ്. ആ കേസിലാണ് പ്രതി നസീറിന് ജീവപര്യന്തം തടവും ഒപ്പം തന്നെ ബലാത്സംഗ കുറ്റത്തിന് 10 വർഷം തടവും ശിക്ഷ വിധിച്ചിരിക്കുന്നത്. വീട്ടിൽ അതിക്രമിച്ച് കയറിയതിന് 7 വർഷം ശിക്ഷയും ഇതിന് പുറമെ വിധിച്ചിരിക്കുന്നു. ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയുടെ ആ വിധിയുടെ വിശദാംശങ്ങൾ നൽകുന്നു പ്രസാദ് MJ. ഇപ്പൊ പ്രതിയെ കൊണ്ട് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇപ്പോൾ പത്തനംതിട്ട പോലീസ് പുറത്തു വരും. കഴിഞ്ഞ 7 വർഷം മുമ്പാണ് ഈ സിനിമാ കഥയെ പോലും വെല്ലുന്ന തരത്തിലുള്ള ഈ അതിദാരുണമായ ഈ കൊലപാതകവും നടക്കുന്നത്. അതായത് ഈ പത്തനംതിട്ട കോട്ടാങ്ങലിലെ നേഴ്സായ ടിഞ്ചു മൈക്കിൾ ഭർത്താവുമായി പിണങ്ങിയ ശേഷം കോട്ടാങ്ങൽ സ്വദേശി ഓട്ടോ ഡ്രൈവറായ മുൻ കാമുകനായി ടിജു ജോസഫുമായി താമസിച്ച് വരുന്ന വേളയിൽ 2019 ഡിസംബർ 15-ാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പം ഈ കാമുകനായ ടിജു ഓട്ടോ ആവശ്യത്തിനായി പുറത്തു പോവുകയും ഒപ്പം തന്നെ ടിജുവിന്റെ അച്ഛന് അവിടെ ഇല്ലാത്ത സമയത്ത് സ്ഥിരം അവിടെ വീട്ടിൽ വരുന്ന ഈ തടിക്കച്ചവടക്കാരനായ നസീർ അവിടെ ആരും ഇല്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് ഈ ടിജു മൈക്കിളിനെ ബലാത്കാരം ചെയ്ത ശേഷം കട്ടിലിൽ തലയടിച്ചു വീണ ശേഷം കെട്ടിത്തൂക്കുകയായിരുന്നു. തുടർന്ന് ഇയാൾ അവിടെ നിന്നും രക്ഷപ്പെട്ടു. പിന്നെ ഈ ടിജുവിന്റെ വീട്ടുകാര് ടിജു ജോസഫിന് എതിരെ കേസ് കൊടുക്കുകയും അങ്ങനെ ടിജു ജോസഫാണ് ഈ ആത്മഹത്യ ചെയ്യുന്നുള്ള രീതിയിലാണ് റാന്നി കോട്ടാങ്ങൽ പോലീസ് ഇത് ആത്മഹത്യയാക്കി മാറ്റുകയായിരുന്നു. തുടർന്ന് 7 വർഷമായി ടിജു നടത്തിയ നിയമ പോരാട്ടത്തിന്റെ ഒടുവിലാണ് ക്രൈംബ്രാഞ്ച് ഈ അന്വേഷണം ഏറ്റെടുക്കുകയും നിർണായകമായി അന്ന് കോട്ടയത്ത് ഈ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ ഏകദേശം 50-ലധികം മുറിവുകൾ ശരീരത്തുണ്ടായിരുന്നു. ഇതും പിന്നെ മുഖ്യ തെളിവുകളും സാക്ഷികളും ഒക്കെ അടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ച് ഈ അന്വേഷണം ഏറ്റെടുത്ത് ഒടുവിൽ ഈ തടിക്കച്ചവടക്കാരനായ നസീറിനെ കുറ്റക്കാരനായിക്കൊണ്ട് പത്തനംതിട്ട അഡീഷണൽ സെഷൻ കോടതി ഇപ്പോൾ വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. ബലാത്സംഗത്തിന് 10 വർഷവും വീട്ടിൽ അതിക്രമിച്ച് കയറിയതിന് 7 വർഷവുമാണ് പത്തനംതിട്ട ജില്ലാ അഡീഷണൽ സെഷൻ കോടതി ഇപ്പോൾ വിധി പറഞ്ഞിരിക്കുന്നത്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മളിപ്പോൾ കോടതി പരിസരത്താണ്. ഇത് അന്വേഷിച്ച DYSPയും അതിനോടൊപ്പം തന്നെ പബ്ലിക് പ്രോസിക്യൂട്ടറും ഇപ്പോൾ ഈ പ്രതിയുമായുള്ള പോലീസ് സംഘം പുറത്തെത്തും. ശരി. പത്തനംതിട്ട കോട്ടാങ്ങലിൽ യുവതിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ പ്രതി നസീറിന് ജീവപര്യന്തം തടവും ബലാത്സംഗത്തിന് 10 വർഷവും വീട്ടിൽ അതിക്രമിച്ച് കയറിയതിന് 7 വർഷവും ശിക്ഷ വിധിച്ചിരിക്കുന്നു ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി.